വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. സ്തോത്രം. നമ്മൾ വായിച്ച ആ സങ്കീർത്തനത്തിൽ നിന്ന് ഒറ്റ വാക്യം, അതിനകത്ത് ഞാൻ സങ്കീർത്തന ശുശ്രൂഷയല്ല, ഞാൻ മെസ്സേജിലേക്ക് പോവുകയാണ്. അതിൻ്റെ ആ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. പ്രൈസ് ഗാഡ്. നമ്മുടെ ഈ വർഷത്തെ തീം എന്താണ്? ഡിവൈൻ എൻലാർജ്മെൻറ്റ്. ആമേൻ, ഹല്ലേലൂയ. ഈ വർഷം നമുക്ക് ഒരു വിശാലത ആവശ്യമുണ്ടോ? വിശാലത ആവശ്യമുണ്ടോ? പ്രൈസ് ഗാഡ്. നമുക്ക് വിശാലത വേണം. ആമേൻ. ജീവിതത്തിൽ വിശാലത വേണം. ഞാൻ അതിലേക്ക് വരികയാണ്. പ്രൈസ് ഗാഡ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. തുടർന്നുള്ള സമയം നമുക്ക് അല്പസമയം വചന ധ്യാനത്തോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഈ വർഷത്തെ തീമായി നമ്മൾ എടുത്തിരിക്കുന്നത് ദ ഡിവൈൻ എൻലാർജ്മെൻ്റ് ആണ്. അപ്പോൾ തന്നെ ഈ മാസവും നമ്മൾ ചിന്തിക്കുന്നത് ദ എൻലാർജ്മെൻറ്റ് എന്ന വിഷയമാണ്. എനിക്ക് അതിൻ്റെ പവർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളതായ ഒരു സാഹചര്യം ലഭിച്ചില്ല. സ്തോത്രം. ദൈവം വെച്ചാൽ ഇങ്ങനെ ഞാൻ പവർ പോയിൻ്റ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന പവർ പോയിൻ്റ് നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാം. സോ നിങ്ങൾക്ക് പിന്നീടും അത് നോക്കുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിച്ചതെന്നുള്ള കാര്യം നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാക്കാൻ കഴിയും. ഞാനത് ഈ വർഷം നമ്മൾ ചെയ്യുന്ന ഓരോ തീമുകളിൽ കഴിവുള്ളിടത്തോളം പവർ പോയിൻ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. പ്രൈസ് ഗാഡ്. എപ്പോഴും ഒന്നും സമയം കിട്ടത്തില്ല, കാരണം ഇതിനൊക്കെ ഒത്തിരി സമയം പിന്നിൽ ആവശ്യമാണ്. എങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് കൊണ്ട് പലപ്പോഴും സമയങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് ഞാനത് ചെയ്യുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. ഈ ആഴ്ച നല്ല തിരക്കുള്ളൊരാഴ്ചയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ പ്രാരംഭം മുതൽ ദൈവവചന ധ്യാനത്തിനകത്തും മെസ്സേജ് അല്ലെങ്കിൽ ദൈവവചനം പ്രിപ്പയർ ചെയ്യുന്നതിനകത്തും ഒക്കെ ഇത്തിരി സമയം ചെലവഴിച്ചതുകൊണ്ട് വീഴുന്ന നിലയിലുള്ള സമയം ലഭിച്ചില്ല. എങ്കിലും പ്രൈസ് ഗോഡ്, ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദ ഡിവൈൻ എൻലാർജ്മെൻ്റ് എന്ന വിഷയമാണ്. എനിക്ക് സ്തോത്രം, ഈ മാസം ഈ വിഷയം മൊത്തത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റേതായ ഫുള്ളായിട്ടുള്ള ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന എല്ലാ ചിന്തകളും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ ആഴ്ച ഒരു ആഴ്ച മാത്രമേ എനിക്ക് ഫുള്ളായിട്ട് കിട്ടുന്നത്. അടുത്ത ആഴ്ചയിൽ നമ്മുടെ സ്തോത്രം ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. ഫോളോയിങ് വീക്സിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡെഡിക്കേഷൻ ഇസ് പ്ലാന്റ് അല്ലേ? ഓക്കെ, കുഞ്ഞുങ്ങളുടെ ഡെഡിക്കേഷനുണ്ട്. അപ്പം അവസാനത്തെ ആഴ്ചയിൽ ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. സോ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഈ ഒരാഴ്ച മാത്രമേ കിട്ടുന്നത്. ഈ ഒരു മാസത്തേക്കുള്ള ചിന്തകളെല്ലാം കൂടെ ഒരു ഗുളിയ രൂപത്തിലാക്കി ഈ ഒരാഴ്ചയിൽ ഞാൻ തരാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദിവസത്തിലായിരിക്കുക. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. നമ്മളെ വളരെ ചിന്തിക്കേണ്ട, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉത്തേജനം നൽകുന്ന ഒരു വിഷയമാണ് എൻലാർജ്മെൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ എൻലാർജ്മെൻറ്റ്, വിശാലത ആഗ്രഹിക്കാത്ത ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? വിശാലത ആഗ്രഹിക്കാത്ത, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ് വിശാലത, അല്ലേ? വ്യക്തി ജീവിതത്തിലും ശരീരത്തിൽ ആരും വിശാലത പ്രാപിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ആത്മീക ജീവിതത്തിലും ഫിസിക്കൽ ചിലരൊക്കെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ആത്മീക ജീവിതത്തിലെങ്കിലും വിശാലത കാണത്തില്ല, മറ്റിങ്ങ് കാണത്തില്ല, ശരീരത്തിൽ വിശാലത കാണും ചിലർക്കൊക്കെ. സ്തോത്രം. ഈ ശരീരത്തിലൊക്കെ വിശാലത കുറച്ചാൽ നല്ലതാണ്. നമ്മുടെ പ്രായമൊക്കെ മുന്നോട്ട് കൂടിക്കൊണ്ടിരിക്കുക, അല്ലേ? സ്തോത്രം. ആമേൻ. എന്താണ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിശാലത ഒരു സിമ്പിൾ, അതിന് പല മീനിങ്ങുകളാണുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, വിശാലത എന്ന് പറഞ്ഞാൽ മേക്കിംഗ് റൂം, അല്ലെങ്കിൽ ബിക്കമിങ് ബിഗർ, അല്ലേ? ബിക്കമിങ് ബിഗർ എന്ന് പറയാം. അല്ലെങ്കിൽ ടു ഗ്രോത്ത്, ടു ഇൻക്രീസ്, ദ എക്സ്പാൻഷൻ. ഇതെല്ലാം ഇതിൻ്റെ മറ്റു വാക്കുകളാണ്. എക്സ്പാൻഷൻ, ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻക്രീസ്, ഇതെല്ലാം ഇതിൻ്റേതായ പല വാക്കുകളാണ് ഇതുള്ളത്. ദൈവം എപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ഒരുവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഇടപെട്ടാൽ, ഒരു ശുശ്രൂഷയിൽ ഇടപെട്ടാൽ, ഒരു ബിസിനസ്സിൽ ഇടപെട്ടാൽ, ഒരു സാമ്പത്തികത്തിൽ ഇടപെട്ടാൽ, നമ്മുടെ സമസ്ത മേഖലകളിലും ഒരു വിശാലത വരുത്താൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ ഒരു വിശാലത ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല, അല്ലേ? സ്തോത്രം. അപ്പോൾ ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ വിശാലത, ഡിവൈൻ എൻലാർജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ 4 ആഴ്ചകളിൽ ചിന്തിക്കേണ്ട ഒറ്റ വിഷയം ഒരുമിച്ച് ഇരിക്കുക. പ്രധാനമായും 4 മേഖലകളിലാണ് എൻലാർജ്മെൻറ്റ് സംഭവിക്കുന്നത്. ഒന്ന്, നമ്മുടെ ദേശത്തിനൊരു വിശാലത, എൻലാർജ്മെൻറ്റ് ഇൻ യുവർ നേഷൻ. നമ്പർ 2, നമ്മുടെ കൂടാരത്തിനൊരു വിശാലത, എൻലാർജ്മെൻറ്റ് ദ ടെൻറ്റ്. മൂന്നാമത്തത്, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഒരു വിശാലത, ദ സ്പിരിച്വൽ എൻലാർജ്മെൻറ്റ്. അവസാനമായി നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്കൊരു വിശാലത.
ഹല്ലേലൂയ. അങ്ങനെ 4 തലത്തിലുള്ളതായ വിശാലതകളെ ഒത്തിരി പലത് പറയാനുണ്ടെങ്കിലും ഞാൻ അതിനെ എല്ലാം കൂടെ ചേർത്തിണക്കിയ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വിശാലതയോടുള്ള ബന്ധത്തിൽ 2 വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. വായിച്ചാട് ദയവായി യെശയ്യാപ്രവചനം 54 അധ്യായം അതിൻ്റെ 2, 3, 1 മുതൽ വായിച്ചു. 1-ാം വാക്യം മുതൽ 3-ാം വാക്യം വരെ. നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്ക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർക്കട്ടെ. തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക. നിന്റെ കുറ്റികളെ ഉറപ്പിക്ക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. മതി. ഓക്കെ, ഒരു മിനിറ്റ്. 2-ാമത്തെ വാക്യം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 1. Praise God. Hallelujah. ആറാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 2 രാജാക്കന്മാർ 6-ന്റെ 1-ാം വാക്യം. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു, നീ കാണുന്നുവല്ലോ. മതി. സ്തോത്രം. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം വളരെ ഇടുക്കമായിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. പ്രൈസ് ഗോഡ്. അപ്പോൾ 2 വാക്യങ്ങളാണ്. ഈ 2 വാക്യങ്ങളിലും വിശാലതയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇടുക്കമായൊരവസ്ഥയെക്കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, പ്രാരംഭത്തിൽ നമ്മൾ വായിക്കുന്നത് യെശയ്യാപ്രവചനത്തിലേക്ക് വന്നേ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ദേശത്തിൻ്റെ വിശാലതയെക്കുറിച്ചാണ് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രാജ്യത്തിൻ്റെ വിശാലതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. നിൻ്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ എന്ത് ചെയ്യണം? വിശാലമാക്കുക. നിൻ്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക. അപ്പോൾ ഇവിടെ യെശയ്യാവ് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണമേ, ഈ രാജ്യത്തിൻ്റെ സ്ഥിതി വളരെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലാണ്. വളരെ ഞെരുങ്ങിയിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് യെശയ്യാവ് ഈ വാക്യം അല്ലെങ്കിൽ ഈ വേദഭാഗം ജനത്തോട് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇസ്രായേലിൻ്റെ ജനത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായി, പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ച് അല്ലെങ്കിൽ പ്രബലപ്പെടുവാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ യെശയ്യാവ് ദേശത്തോട് പറയുന്ന ഒരു ഭാഗമാണ് നിന്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക. അപ്പോൾ ഇവിടെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രസവിക്കാത്ത മച്ചിയെ, അല്ലേ, ബാരൻ വുമൺ, പ്രസവിക്കാത്തവൾ, അല്ലെങ്കിൽ തൊട്ട് താഴെ പറയുന്നുണ്ട് ഭർത്താവില്ലാത്തവൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഹല്ലേലൂയ, ഈ ജനത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ബാരൻ വുമണിന് ഈക്വലാണ്. എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. സ്തോത്രം. ബാരൻ വുമൺ എന്ന് പറയുമ്പോൾ, അല്ല, പ്രസവിക്കാത്ത മച്ചിയെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രസവിക്കുവാൻ ഒരു ചൈൽഡ് ബെയറിങ്ങിന് യാതൊരു പോസിബിലിറ്റിയും ഇല്ലാത്ത ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യാതൊരു സാധ്യതയും, എല്ലാ സാധ്യതകളും അടഞ്ഞുപോയ ഒരു മണ്ഡലം. നമുക്കറിയാം, പഴയ നിയമത്തിൽ അബ്രഹാമിനെ കുറിച്ചും ഈ സാറായെക്കുറിച്ചും കാണുന്നു. സാറയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ബാരൻ വുമൺ ആയിരുന്നു സാറ. അവളുടെ ജീവിതത്തിൽ ഒരു ചൈൽഡ് ബെയറിങ്ങിന്, ഒരു കുഞ്ഞ് ജനിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ച, പ്രതീക്ഷകളെല്ലാം പോയ ഒരു വ്യക്തി ജീവിതം. അപ്പോൾ നമുക്കത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ പ്രതീക്ഷയും പോയ, അല്ലെ, ചൈൽഡ് ബെയറിങ് സാധ്യമല്ലാത്ത ഒരു വ്യക്തിയെ നോക്കി യെശയ്യാവ് പറയാ, നീ ആർത്ത് ഘോഷിക്ക. സ്തോത്രം. എല്ലാ പ്രതീക്ഷകളും പോയി, സാധ്യമല്ല. അപ്പോൾ ഇവിടെ സ്തോത്രം, ഒരു എല്ലാ നിലയിലും വിശാലതയ്ക്ക് ഒരു സാധ്യതയുമില്ലാത്ത ഒരു അന്തരീക്ഷമാണ്. അത് ഈ ജനത്തെ റെപ്രസെന്റ് ചെയ്ത്, ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം യെശയ്യാവ് അല്ലെങ്കിൽ ഈ ജനം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന ഒരു വലിയ വൃക്ഷമായിരുന്നു. എന്നാൽ അശീര്യൻസും ബാബിലോൺസും ഒക്കെ വന്നിട്ട് ആ ജനത്തെ ഇൻവേഡ് ചെയ്ത് പ്രവാസികളായി ഭൂരിഭാഗം
ഭാഗം വരുന്ന ജനങ്ങളെയും അവർ കൊണ്ടുപോയി കഴിഞ്ഞു. ചുരുക്കത്തിൽ ഒരു ചെറിയ ശേഷിപ്പ് മാത്രം ശേഷിക്കുമ്പോൾ, ഒരു ചെറിയ ശേഷിപ്പ്, വലിയ വിശാലതയ്ക്ക് യാതൊരു സാധ്യതയും യെശയ്യാവ് കാണുന്നില്ല. പക്ഷെ ആ ചെറിയ ശേഷിപ്പിനെ നോക്കി യെശയ്യാവ് പറയുക, നിന്റെ കൂടാരത്തെ വിശാലമാക്കാൻ പോകുകയാ. സ്തോത്രം. തീർന്നില്ല. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഈ ശേഷിപ്പ്, ഈ ചുരുക്കത്തിൽ ഇസ്രായേൽ ആകുന്ന ഈ വലിയ വടവൃക്ഷത്തെ വെട്ടി അതിൻ്റെ ഒരു കുറ്റി മാത്രം ശേഷിക്കുന്ന ഒരു നിലയിലേക്ക് എത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം വലിയൊരു വൃക്ഷത്തെ വെട്ടി അതിൻ്റെ കുറ്റി മാത്രം ശേഷിച്ചാൽ ഇനി വലിയ പ്രതീക്ഷയൊന്നും ആ വൃക്ഷത്തിനില്ല. ആ ഒരു തലത്തിൽ എത്തി നിൽക്കുകയാണ് ഇസ്രായേലിന്റെ ചരിത്രം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, യെശയ്യാവ് പറയാ, ഹല്ലേലൂയ, നിങ്ങൾ ചെറിയ ഒരു ശേഷിപ്പായി ശേഷിക്കുന്നെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടെ നിന്റെ കൂടാരത്തെ, നിന്റെ നിവാസങ്ങളെ, നിന്റെ തിരശ്ശീലകളെ നീർത്തുക, തടുത്തു കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ, വിശ്വാസത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാൻ യെശയ്യാവ് ആവശ്യപ്പെടുക. എന്തിനാ? നിന്നെ വിശാലമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇവിടെ ജനത്തിന്റെ അവസ്ഥ നോക്കിയാൽ ഒരു കുറ്റി മാത്രം ശേഷിക്കുന്നു. പക്ഷേ ആ കുറ്റിയിൽ നിന്നും ചില മുളയെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ 14-ാം അധ്യായം അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, കിളിർക്കുവാൻ ഒരു സാധ്യതയില്ലെങ്കിൽ. വായിച്ചേ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല, അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ശ്രദ്ധിക്കണമേ, അതിന്റെ വേര് കെട്ടുപോയാലും പ്രതീക്ഷ എല്ലാം അസ്തമിച്ചു പോയാലും വെള്ളത്തിന്റെ ചെറിയ ഗന്ധം കൊണ്ട് അത് കിളിർക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ യെശയ്യാവ് പറയുന്ന മാത്രമേ ഉള്ളൂ, നീ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇയ്യോബിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിന്റെ കുറ്റി അല്ലെങ്കിൽ ആ വൃക്ഷത്തിന്റെ കുറ്റി വേരിൽ പഴകി തുടങ്ങി. പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് യെശയ്യാവ് വിളിച്ചു പറയാ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോകുക. എന്നിട്ട് യെശയ്യാവ് പറയുന്നു, നീ ഇടത്തോട്ടും വലത്തോട്ടും. ആ വാക്യം വായിച്ചേ. എന്താ സംഭവിക്കുന്നത്? എന്താ ചെയ്യുന്നത്? എങ്ങനെ വിശാലം പ്രാപിക്കാൻ പോകുക? വായിച്ചേ. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും, ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഇന്ന് പകൽക്കാലം ഇതുപോലൊരു വിശ്വാസമാ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, സ്തോത്രം, നിന്റെ ആയിരിക്കുന്ന ഒരു സാഹചര്യം ഒരു ബാരൻ വിമൺ ആണ്, ഭർത്താവില്ലാത്തൊരു സ്ത്രീയാണ്, പ്രതീക്ഷയെല്ലാം അസ്തമിച്ച, അല്ല ഒരു മൂഢമായി വെട്ടിക്കളഞ്ഞ ഒരു വടവൃക്ഷത്തിന്റെ കുറ്റി മാത്രമേ ശേഷിക്കുന്നുള്ളെങ്കിലും, ഹല്ലേലൂയ, യെശയ്യാവ് പറയുക, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും, ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ നീ പാർപ്പിക്കും. ഒരു പ്രതീക്ഷയുടെ, ഹല്ലേലൂയ, ഒരു പ്രതീക്ഷയുടെ ആ കണിക ദൈവം അവിടെ പറയുകയാണ് ഇസ്രായേൽ ജനത്തോട്. അതാണ് യെശയ്യാവ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ, നീ പരക്കും, നീ വിശാലത പ്രാപിക്കും, നീ അഭിവൃദ്ധി പ്രാപിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണേ, വിശാലതയ്ക്ക് യാതൊരു സാധ്യതയുമില്ല, ആത്മീക ജീവിതത്തിൽ ഒരു മുന്നേറ്റവുമില്ല, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എങ്കിൽ അല്ല, ഇതിനകത്ത് ഇന്ന് പകൽക്കാലം ഇതേ ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആമേൻ, എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ യെശയ്യാവ് ജനത്തെ നോക്കി പറയുന്ന അവന്റെ അവസ്ഥ, പ്രതീക്ഷയെല്ലാം പോയി, പ്രസവിക്കാത്ത ഒരു സ്ത്രീക്ക് ഈക്വലായിട്ട്, വെട്ടിയ ഒരു വൃക്ഷത്തിന് ഈക്വലായിട്ട്, എല്ലാം അസ്തമിച്ചു നിൽക്കുമ്പോഴും ഹല്ലേലൂയ, യെശയ്യാവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും, ശൂന്യ നഗരങ്ങളിൽ നീ നിവാസികളെ പാർപ്പിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിന്ന് ദൈവജനത്തോട് ഈ വർഷത്തിന്റെ പ്രാരംഭത്തിൽ ഞാനൊരു ദൂതായി വിളിച്ചു പറയുന്നു, അല്ല, നിന്റെ പ്രതീക്ഷ മൊത്തം പോയെന്ന് പറഞ്ഞാലും ഒരു പ്രതീക്ഷയുടെ കണികയും നിന്റെ മുന്നിൽ ഇല്ലാതെ നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഈ വർഷം നിന്റെ ജീവിതത്തിന്മേൽ ചില വിശാലതകൾ വരുത്താൻ പോകുക. അല്ല, പ്രതീക്ഷ അത്യമായ ചില മണ്ഡലങ്ങളുടെ മേൽ ദൈവത്തിന്റെ കാറ്റ് വീശിയാൽ, പരിശുദ്ധാത്മാവിന്റെ ഗന്ധം നിന്റെ ശരീരത്തിന്മേൽ വ്യാപരിച്ചാൽ, ഹല്ലേലൂയ, കിളിർക്കാത്തതൊക്കെ ചിലത് കിളിർക്കാൻ പോകുക.
ചില വിശാലതയ്ക്ക് വേണ്ടി ദൈവം ജനത്തെ ഒരുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഈ വർഷം ഒരു വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ഒരുക്കമാ. ഹി ഈസ് റെഡി. ഹല്ലേലൂയ, അവൻ ഒരുക്കമാണ്. സ്തോത്രം. ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയട്ടെ, ദൈവികമായ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഹി ഈസ് റെഡി ടു മേക്ക് എ എൻലാർജ്മെന്റ്. ഒരു വലിയ വിശാലത വരുത്താൻ ദൈവം ഒരുക്കമാ. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, സഭാമണ്ഡലത്തിൽ ഒരു വിശാലത വരുത്താൻ ദൈവം ഒരുക്കമാ. He is there. ഹല്ലേലൂയ, അവനുണ്ട്, അവൻ റെഡിയാ. ബട്ട് ഇന്ന് പകൽക്കാലം തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, സ്തോത്രം, വാട്ട് ഈസ് അവർ റോൾ ഫോർ ദ എൻലാർജ്മെന്റ്? ഒരു വിശാലതയ്ക്ക് വേണ്ടി നമ്മുടെ റോൾ എന്താണ്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്തോത്രം. വെറുതെ വിശാലത പ്രാപിക്കത്തില്ല, വെറുതെ ഒരു അഭിവൃദ്ധി പ്രാപിക്കത്തില്ല, വെറുതെ ഒരു മുന്നേറ്റം പ്രാപിക്കത്തില്ല. മുന്നേറ്റം പ്രാപിക്കണമെങ്കിൽ, വിശാലത പ്രാപിക്കണമെങ്കിൽ, അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ ദൈവവചനം റിക്വയർമെന്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ തുടർന്നുള്ള അല്പസമയങ്ങൾ ദ റിക്വയർമെന്റ് ഫോർ ദി എൻലാർജ്മെന്റ്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വിശാലത പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും ഇന്ന് പറയാൻ കഴിയത്തില്ലെങ്കിലും പറയാൻ പറ്റുന്ന വിഷയങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, സ്തോത്രം, അണ്ടർസ്റ്റാൻഡ് യുവർ കറന്റ് സ്റ്റേറ്റ്. നിന്റെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെ നീ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ വചനങ്ങളിൽ വായിക്കുമ്പോൾ വായിച്ചേ 2 രാജാക്കന്മാർ പുസ്തകം 4:2 അവിടുത്തെ ജനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? സ്തോത്രം. ഓക്കെ, അതിനു മുന്നേ നമ്മൾ വായിച്ച 6:1 രാജാക്കന്മാർ 6:1 വായിച്ചേ. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു, നീ കാണുന്നുവല്ലോ. മതി. അവിടെ പ്രവാചക ശിഷ്യന്മാർ എലീശയോട് പറയുന്നൊരു കാര്യം, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം എങ്ങനെയാണ്? ഇടുക്കമായിരിക്കുന്നു. കറന്റ് സ്റ്റേറ്റ്, അവരായിരിക്കുന്ന അവസ്ഥ നോക്കിക്കേ. ഒരു ഞെരുക്കത്തിലിരിക്കുന്ന അവസ്ഥ, ഇടുക്കമായിരിക്കുന്ന അവസ്ഥ, ഒന്നുമില്ലാത്തൊരവസ്ഥ. ആ അവസ്ഥയെക്കുറിച്ചൊരു അവബോധം ആർക്കുണ്ടായി? ഈ ജനത്തിനുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കിയാലേ വിശാലതയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ എവിടെയൊക്കെ നമ്മൾ നോക്കിയാലും, നമ്മൾ വായിച്ച വേദഭാഗത്തിൽ യെശയ്യാപ്രവചനം 54 അധ്യായത്തിലേക്ക് വന്നാൽ, ഹല്ലേലൂയ, അവരുടെ പ്രസന്റ് കണ്ടീഷൻ നോക്കിക്കേ. യെശയ്യാപ്രവചനം 54 ഒന്നാമത്തെ അവരുടെ സിറ്റുവേഷൻ ബാരൻനെസ്, പ്രസവിക്കാത്തൊരു മച്ചിയാണ് അവൾ. ജനത്തിൻ്റെ അവസ്ഥ നോക്കിക്കോണേ. നമ്മൾ ചിന്തിക്കുന്ന ഒന്നാമത്തെ കാര്യം, അണ്ടർസ്റ്റാൻഡ് ദ പ്രസന്റ് കറന്റ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ കറന്റ് സ്റ്റേജ്. അത് അവിടെ പറഞ്ഞു, പ്രവാചക ശിഷ്യൻ പറഞ്ഞു, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഞെരുക്കമാണ്. ദേ അണ്ടർസ്റ്റാൻഡ്, അവർ മനസ്സിലാക്കി അവരുടെ സാഹചര്യം. ഇവിടെ യെശയ്യാപ്രവചനത്തിലേക്ക് വന്നാൽ അവിടെ പറയുന്ന 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ പറഞ്ഞിരിക്കുന്നു ബാരൻനെസ്, അവരുടെ കറന്റ് സ്റ്റേജ്. രണ്ടാമത്തെ അവരുടെ സ്റ്റേജ് നോക്കി അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വന്നാൽ ഫിയർ, ഷെയിം, ഡിസ്ഗ്രേസ്, ഹ്യൂമിലിയേഷൻ, റിപ്രോച്ച്, ഇതെല്ലാം ആ വാക്യങ്ങളിൽ കാണാം. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് വായിച്ചേ, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല. അപ്പോൾ ഫിയർ അവരുടെ ഉള്ളിലുണ്ട്. 2, ഭ്രമിക്കേണ്ട, ലജ്ജിക്കേണ്ട സാഹചര്യമുണ്ട്. നീ നാണിച്ചു പോകയില്ല. നാണിക്കേണ്ട സാഹചര്യമുണ്ട്. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. ലജ്ജിക്കേണ്ട സാഹചര്യം നോക്കിയേ. ഇതെല്ലാം അവരുടെ ജീവിതത്തിന്റെ പ്രസന്റ് സ്റ്റേജസാ. അപ്പോൾ ഫിയർ ഉണ്ട്, ലജ്ജയുണ്ട്, നിന്ദയുണ്ട്. ഇതിൽ കൂടി അവർ പോകുന്നത്. സ്തോത്രം. കാരണം എന്താ? അവർ പ്രസവിക്കാത്ത ബാലൻസ് ലെവലിൽ നിൽക്കുക. അപ്പോൾ അവരുടെ കറന്റ് സ്റ്റേറ്റ് നോക്കണം. ഫിയർ, ഷെയിം, ഡിസ്ഗ്രേസ്, ഹ്യൂമിലിയേഷൻ, റിപ്രോച്ച്, ഭയത്തോടെ ലജ്ജമുള്ള നാണിക്കേണ്ട സാഹചര്യങ്ങൾ. അതിന് 6-ാം വാക്യം വായിച്ചാൽ വീണ്ടും ഉപേക്ഷിക്കപ്പെട്ടവൾ, ഡിസോർട്ടഡ്, ഡിസ്ട്രസ് ആൻഡ് റിജക്റ്റഡ്. ഓക്കെ, വീണ്ടും അതിന്റെ 7-ാം വാക്യം അബാൻഡൻഡ്, തള്ളിക്കളഞ്ഞവൾ, അല്ലേ? അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, അതും തള്ളിക്കളഞ്ഞ, അബാൻഡൻ ചെയ്ത ദിവസം. അപ്പോ ചുരുക്കത്തിൽ ഈ ജനത്തിന്റെ സ്റ്റേജ് കണ്ടോ? അവരായിരിക്കുന്ന അവസ്ഥ കണ്ടോ? ഈ നിലയിലായിരിക്കുന്ന ഒരു ജനമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ദ കറന്റ് സ്റ്റേജ്. ആ ഒരു അവസ്ഥയെ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആ സിറ്റുവേഷൻ എങ്ങനെ ആയിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഒരു വിശാലതയ്ക്ക് വേണ്ടി, ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി
നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ അവസ്ഥയെ അറിയാന്നുള്ളതാണ്. തിരുവചനം പഠിക്കുമ്പോൾ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന പുരുഷാരത്തോട് സ്തോത്രം ഹല്ലേലൂയ, ശിഷ്യന്മാരോട് യേശു പറഞ്ഞു അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്ക്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? സ്തോത്രം. അതിൻ്റെ 14-ാം അധ്യായം 17-ാം വാക്യം, മത്തായി 14:17. അവർ അവനോട് 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. കണ്ടോ? സ്തോത്രം. അവരുടെ സ്റ്റേജ് എന്താ? ഈ പുരുഷാരത്തെ പോറ്റാൻ പറഞ്ഞപ്പോൾ അവർ പറയാ ഞങ്ങളുടെ കയ്യിൽ ഇത്രേ ഉള്ളൂ. ദിസ് ഈസ് അവർ സിറ്റുവേഷൻ. ഹൗ വി കുഡ് ഡു ദാറ്റ്? എങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ? എങ്ങനെ ചെയ്യാൻ പറ്റുന്നേ? 2 രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ എലീശ പറയുന്നൊരു കാര്യമുണ്ട്. 2 രാജാക്കന്മാർ 4:2. എലീശ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു വൈക പ്രശ്നത്തിൽ നിൽക്കുന്ന സ്ത്രീ എലീശയുടെ അരികെ വന്ന് പറഞ്ഞപ്പോൾ എലീശ ചോദിച്ചു നിനക്ക് എന്താ ചെയ്യാം? അപ്പം അവളോട് നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? അപ്പോൾ വേറെ കാര്യമുണ്ട്. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എവിടെ ജീവിതത്തിൽ ആകെ കൂടെ ഉള്ളത് ഒരു ഭരണി എണ്ണ മാത്രമാണുള്ളത്. സ്തോത്രം ഹല്ലേലൂയ. അതുപോലെ തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ന്റെ 12-ാം വാക്യത്തിൽ അവിടെയും ഒരു സ്ത്രീയോട് ഏലിയാവ് പറയുന്നൊരു കാര്യമുണ്ട്. വായിച്ചേ. അവൾ നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല. ശ്രദ്ധിച്ചേ. അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നുമില്ലാത്തൊരു സാഹചര്യം. അവരുടെ കറണ്ട് സ്റ്റേജാ പറയുന്നത്, അവരുടെ സിറ്റുവേഷൻ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ നിന്റെ അവസ്ഥ ഞെരുക്കം എന്താണെന്ന് മനസ്സിലാക്കുക. ഏത് മേഖലകളിലാണ്, ഏത് ഏരിയയിലാണ് ആത്മീക ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാർത്ഥനയിൽ നമ്മൾ ഞെരുങ്ങിയാണോ കഴിയുന്നത്? നമുക്ക് എവിടെയാണ് ഒരു വിശാലതയുടെ ആവശ്യം? നമ്മൾ വിശാലതയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ തീം, അതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ എവിടെയാണ് വിശാലത ആവശ്യം? ഏത് ഏരിയയിലാണ് നിനക്ക് വിശാലത വേണ്ടത്? നിന്റെ സ്പിരിച്വൽ ആസ്പെക്ട്സിൽ, സ്പിരിച്വൽ ലൈഫിൽ എവിടെയാണ് നീ ഇന്ന് ഞെരുങ്ങി കഴിയുന്നത്? പ്രാർത്ഥനയിൽ ഒരു ഞെരുക്കത്തോടെ, ഉപവാസത്തിൽ ഒരു ഞെരുക്കത്തോടെ, നിന്റെ വിശുദ്ധ ജീവിതത്തിനൊരു ഞെരുക്കത്തോടെയാണ് കഴിയുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം റിയലൈസ്, തിരിച്ചറിയുക, കർത്താവേ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഞെരുങ്ങിയാ കഴിയുന്നത്. വേണ്ടുന്ന രീതിയിൽ എനിക്ക് പ്രാർത്ഥനയില്ല, വേണ്ടുന്ന രീതിയിൽ എനിക്ക് ഉപവാസമില്ല, വേണ്ടുന്ന രീതിയിൽ ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇത് മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒരു വിശാലതയിലേക്ക് പോകുവാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് യുവർ കറന്റ് സ്റ്റേജ്. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, ഇതിന് മനസ്സിലാക്കിയ മാത്രം പോരാ, ഒരാഗ്രഹം വേണം. ഡിസയർ ഫോർ എൻലാർജ്മെന്റ്. നമ്മുടെ ജീവിതത്തിലൊരു ആഗ്രഹം ഉണ്ടാകണം. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പ്രവാചക ശിഷ്യന്മാരുടെ ആഗ്രഹം, അതിൻ്റെ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിൻ്റെ നമ്മുടെ 2-ാം വാക്യം വായിച്ചു. പ്രവാചക ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾ പോയി ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഞെരുക്കമാകിയാൽ. അതിൻ്റെ 2-ാം വാക്യം, ഞങ്ങൾ യോർദാനോളം ചെന്ന്, ഞങ്ങൾ യോർദാനിലോളം പോയി അവിടെ നിന്ന് ഓരോരുത്തരും ഓരോ മരം കൊണ്ടുവന്ന്. മനസ്സിലായോ? അപ്പോൾ ഇവരുടെ ആഗ്രഹം നോക്കിക്കേ, ഞങ്ങൾ ആയിരിക്കുന്ന വിശാലതയിൽ ഈ ആ ഞെരുക്കത്തിൽ അങ്ങ് കഴിഞ്ഞു പോകാമെന്നാണോ അവർ പറഞ്ഞേ? അല്ല, അവർ പറയാ ഞങ്ങൾ ഞെരുക്കത്തിൽ ഇരിക്കുന്നത് ഞങ്ങൾ അറിയാം, സാഹചര്യം, പക്ഷെ ഞങ്ങൾക്ക് ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് പോയി ഒന്ന് വിശാലമാകണം, അതിനുവേണ്ടി ഞങ്ങളൊന്ന് പോകട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ചേ, ദ ഡിസയർ, ആഗ്രഹം, അകത്തളത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, വിശാലതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം. ആർക്കാണ് വിശാലത പ്രാപിക്കാൻ കഴിയുന്നത്? ആഗ്രഹമുള്ളവർക്ക്. നമ്മൾക്കറിയാം വചനം എങ്ങനെ പറയുന്നത്, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാകണം. ആഗ്രഹമുണ്ടെങ്കിലേ വിശാലത പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ശ്രദ്ധിച്ചേ, വീണ്ടും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ആത്മാവിൽ ഒരു ദാരിദ്ര്യം, എവറി ചേഞ്ച് ബിഗിൻ വിത്ത് എ ബേണിംഗ് ഡിസയർ.
എവറി ചേഞ്ച് ബിഗിൻ വിത്ത് എ ബേണിംഗ് ഡിസയർ. ഒരു ഏത് ചേഞ്ചും ആരംഭിക്കുന്നത് അകത്തളത്തിലുണ്ടാകുന്ന ഒരു ഡിസയറാണ്, ആഗ്രഹമാണ്. ഇവിടെ ജനത്തിൻ്റെ ഈ പുരുഷാരത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ പ്രവാചക ശിഷ്യൻ്റെ ആഗ്രഹം, ഞങ്ങൾക്കൊരു വിശാലത വേണം. ഹല്ലേലൂയ. അപ്പോൾ വിശാലതമാക്കുന്ന ആത്മീയ ജീവിതത്തിലെ വിശാലത എന്ന് പറയുന്നത് നമ്മുടെ അകത്തളത്തിലുണ്ടാകുന്ന ആത്മീയ ദാഹമാണ്. ഈ ആത്മീക ദാഹമില്ലാത്തവർക്ക് വിശാലമാകാൻ പറ്റത്തില്ല. ആത്മീക ദാഹം ജീവിതത്തിൽ ഉണ്ടാകണം. സ്തോത്രം. ഈ ആത്മീക ദാഹം എത്ര പേർക്കുണ്ട് എന്നുള്ളതാ വിഷയം. നമുക്ക് പ്രാർത്ഥനയോടൊരു ദാഹമുണ്ടോ? ആരാധനയോടൊരു ദാഹമുണ്ടോ? കൂട്ടായ്മയോടൊരു ദാഹമുണ്ടോ? ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിന് ഒരു ദാഹമുണ്ടോ? സ്തോത്രം. അതുണ്ടെങ്കിലേ വിശാലമാകാൻ പറ്റത്തുള്ളൂ. നിന്റെ സ്പിരിച്വൽ ലെവലില്, നിന്റെ ആത്മീക ജീവിതത്തിൽ ഒരു വിശാലത പ്രാപിക്കണമെങ്കിൽ അതിനകത്ത് ദൈവത്തോടൊരു ദാഹമുണ്ടാകണം, ആത്മീക കൂട്ടായ്മയോടൊരു ദാഹമുണ്ടാകണം, പ്രാർത്ഥനയോടൊരു ദാഹമുണ്ടാകണം. സ്തോത്രം. ദാഹമില്ലാതെ, ഈ ദാഹമുള്ളവനെ കുടിക്കാൻ പറ്റത്തുള്ളല്ലോ. ദാഹമില്ലാതെ വരുന്നതും ദാഹത്തോടെ വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആമേൻ. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? നമ്മൾ ഈ ഞായറാഴ്ചയൊക്കെ വരുമ്പം ചടങ്ങിന് വേണ്ടി മാത്രം വരരുത്. അകത്തളത്തിലൊരു ദാഹം ഉണ്ടാകണം. എനിക്കിന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കണം. പ്രാർത്ഥിക്കാനൊരു ദാഹം ഉണ്ടാകണം. ഹല്ലേലൂയ. ആരാധിക്കാനൊരു ദാഹം ഉണ്ടാകണം. ഒരു ഡിസയർ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും എൻ്റെ ആത്മീക ജീവിതത്തിലും ഒരു വിശാലത വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്നവർക്കാണ് വിശാലത ലഭിക്കുന്നത്. എബേസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നോക്കിയാൽ എബേസിൻ്റെ ഒരു ആഗ്രഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വായിച്ചേ 4:10. ഫസ്റ്റ്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എന്റെ അതിർ എന്ത് ചെയ്യണം? വിശാലമാക്കണം, വിസ്താരമാക്കണം. അവന്റെ ഉള്ളിലെ താല്പര്യം കണ്ടോ? എന്റെ അതിരൊന്ന് വിശാലമാക്കണം. ഞാൻ ഞെരുക്കത്തിൽ കഴിയാനല്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവസഭയോട് ഞാൻ പറയാം, ദൈവസഭ അല്ലെ ആത്മീക മണ്ഡലത്തിൽ ഞെരുക്കത്തിൽ കഴിയരുത്. ആത്മീക ഏരിയയിൽ ഒരു വിശാലത പ്രാപിക്കണം. നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഒരു വിശാലത വേണം. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു വിശാലത വേണം. നമ്മുടെ ആരാധനയിൽ ഒരു വിശാലത വേണം. ഇത് വേണമെങ്കിൽ എബേസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ അതിർവരമ്പുകളെ ഒന്ന് വിശാലമാക്കണമേ. സ്തോത്രം. വിശാലമാകുവാനുള്ള ഒരു ഡിസയർ അകത്തുണ്ടാകണം. ഇന്ന് പകൽക്കാലം ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹമുണ്ടാകണം. മൂന്നാമത്തെ കാര്യം, വർക്ക് ഫോർ എ ഡിവൈൻ എൻലാർജ്മെന്റ്. അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഓക്കെ, വിശാലതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, അല്ലേ? സ്തോത്രം. ഇനി നമ്മൾ വായിച്ച 2 രാജാക്കന്മാർ പുസ്തകത്തിൽ ആ പ്രവാചക ശിഷ്യന്മാരെ കാണുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? അതിനു വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ ഇവിടെ പ്രവാചകന്മാരെന്താ ചെയ്തേ? ഒന്ന്, അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായി, അല്ല, അവൻ്റെ സാഹചര്യം മനസ്സിലായി. 2, പ്രവാചകനോട് പറഞ്ഞു, എന്താ? ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഞെരുക്കമാ. ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഒന്ന് വിശാലമാകണം. സോ ദെയർ ഡിസയർ. നമ്പർ 3, എന്നിട്ട് അവർ ചെയ്ത് അവിടെ കൊണ്ട് നിർത്തുകയല്ല. നമ്പർ 3, അവർ യോർദാനോളം പോയി മരം മുറിക്കാൻ. there we see their work. അവരുടെ പ്രവൃത്തിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, അവരായിരുന്ന സാഹചര്യം കണ്ടു. നമ്പർ 2, അവരുടെ ആഗ്രഹം നമ്മൾ കണ്ടു. 3, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. ഇവിടെ പറയുന്നു, ഈ ആഗ്രഹം മാത്രം പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഇവർ പ്രവാചക ശിഷ്യന്മാർ വിശാലതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക? മരം മുറിക്കാൻ പോകുക, അല്ലേ? മരം മുറിക്കാൻ പോകുക. അപ്പൊ അവരുടെ ആഗ്രഹം കണ്ടോ? അവർ കേട്ട അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തെ അവിടെ ഒതുക്കി നിർത്തിയല്ല. they started to work for it. ഹല്ലേലൂയ. അപ്പോൾ വിശാലതയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ട മണ്ഡലങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരാം. എന്നാൽ സ്തോത്രം, ഇവിടെ പ്രവാചക ശിഷ്യന്മാർ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായി. ഇവിടെ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് വന്നേ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാ? സ്തോത്രം. അവിടെ യെശയ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. 2-ാം വാക്യം, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർത്തുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ തിരശ്ശീലകളെ നിർത്തണം, അതിനെ തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. ഇതെല്ലാം പ്രവൃത്തിയുടെ മണ്ഡലങ്ങളാ. ഇത് ചെയ്യുമ്പോഴാണ്
ഒരു വിശാലതയിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ വിശാലതയ്ക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ആ സ്ത്രീ അവളുടെ അവസ്ഥ ഇവിടെ പറഞ്ഞു. നമുക്കറിയാം, അവൾ കടഭാരം കയറി നിൽക്കുക, എല്ലാം നഷ്ടപ്പെട്ടവളായി ഇരിക്കുക. ഈ സമയത്താ ഇവൾ എലീശയുടെ അരികെ പോകുന്നത്, അല്ലേ? അപ്പോൾ എലീശ അവളോട് പറയുക, നീ പോയി എന്ത് ചെയ്യണം? അപ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ കാര്യങ്ങൾ, അവളുടെ ആഗ്രഹം, അവളുടെ ഞെരുക്കം അവൾ ബോധ്യപ്പെട്ടു. അവളുടെ ഞെരുക്കത്തിൽ നിന്ന് പ്രവാചകന്റെ അരികെ വന്ന് അവളുടെ ആവശ്യം അറിയിച്ചു. 3-ാമത്തെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ ഒരു കാര്യം അവളോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും, നീ പോയി എന്ത് ചെയ്യണം? നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും ശ്രദ്ധിച്ചേ, അവിടെ ഒരു പ്രവൃത്തി മണ്ഡലത്തിലേക്ക് എന്ത് അവളോട് പറഞ്ഞോ അത് പ്രവർത്തിക്കാൻ, അവളുടെ വർധനവിന് വേണ്ടി, വിശാലതയ്ക്ക് വേണ്ടി അവൾ പ്രവർത്തിക്കാൻ തയ്യാറായി. നമ്മൾ വായിച്ച നമ്മൾ വായിച്ച പ്രവാചക ശിഷ്യന്മാർ എന്ത് ചെയ്യുക? മരം വെട്ടുക, അല്ലേ? വെറുതെ വിശാലത വന്നു കയറത്തില്ല. യു മസ്റ്റ് ഡു സംതിങ് ഫോർ ദ എൻലാർജ്മെന്റ്. ഓക്കെ, നോ ചർച്ച് ക്യാൻ ഇൻക്രീസ് if the people are not willing to evangelize. മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ പറയാം. No church can increase if the people are not willing to evangelize. No business can grow unless you are ready to do something. There's no success on earth without work. ഏത് പ്രവൃത്തിയുടെ, ഏത് അഭിവൃദ്ധിയുടെ മുന്നിൽ ഒരു പ്രവൃത്തിയുണ്ട്. 10-ാം ക്ലാസ് ജയിക്കണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചാൽ മാത്രം പോരാ. OIT പാസ്സാവണം. വാഗ്ദത്വമൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു OIT 2025 OIT പാസ്സാവും. നല്ല കാര്യമാണ്, വാഗ്ദത്വമൊക്കെ കിട്ടി. അതും വെച്ചുകൊണ്ട് പോയാൽ കാര്യം നടക്കത്തില്ല. യു മസ്റ്റ് ഡു ഇറ്റ്. എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്കണം, പ്രവർത്തിക്കണം. പ്രവൃത്തി അനിവാര്യമാണ്. ഏത് വിശാലതയുടെ പിന്നിൽ ഒരു പ്രവൃത്തി അനിവാര്യമാണ്. പ്രവർത്തിക്കാതെ ഒരു അഭിവൃദ്ധി ലഭിക്കത്തില്ല. പ്രവർത്തിക്കാതെ ഒരു മുന്നേറ്റം ലഭിക്കത്തില്ല. ദൈവസഭ പ്രവർത്തിക്കാൻ തയ്യാറാകണം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസ്ഹാക്കിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 26-ാം അധ്യായത്തിൽ അതിൻ്റെ 12-13 ദേശത്ത് ക്ഷാമം കൊടുമിരി കൊണ്ടുകയാണ്. അവിടെ ഇസ്ഹാക്ക് ചെയ്തു, ക്ഷാമമാണെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയല്ല ചെയ്തേ, അപ്പൊ പ്രയാസമാണെന്ന് വിചാരിച്ച് മാറിയിരിക്കുകയല്ല ചെയ്തത്. ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ദേശത്ത് വിതച്ചു. വിതച്ചവരെ കൊയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ദേശത്ത് വിതച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ലഭിച്ചു? ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി. കണ്ടോ? How he increase, how he expand by doing something. ചിലത് പ്രവർത്തിക്കുമ്പോഴാ അഭിവൃദ്ധിയിലേക്ക് മാറ്റപ്പെടുന്നത്. ചിലത് പ്രവർത്തിക്കുമ്പോഴാ സ്തോത്രം വിശാലതയിലേക്ക് വരുന്നത്. വിശാലത നിന്റെ സാഹചര്യം മനസ്സിലാക്കി, നിന്റെ ആഗ്രഹത്തെ മനസ്സിലാക്കി നീ ഒരു പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടെത്തണം. സ്തോത്രം, ഹല്ലേലൂയ. വിശാലത ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കണം. വിശാലത ആഗ്രഹിക്കുന്നു, ആരാധിക്കാൻ മുട്ടുമടക്കണം. വിശാലത ആഗ്രഹിക്കുന്നു, ഉപവസിക്കാൻ മുട്ടുമടക്കണം. ചുമ്മാതെ സ്പിരിച്വൽ എൻലാർജ്മെന്റ് സംഭവിക്കത്തില്ല. ഈ വർഷം ദൈവസഭയുടെ ഒരു ആത്മീക മുന്നേറ്റമാണെങ്കിൽ, ആത്മീക വിശാലതയാണെങ്കിൽ, ദൈവസഭയോട് ഞാൻ പറയാം, സഭ ഒരുമിച്ച് പ്രാർത്ഥനയിൽ മുന്നേറണം, ആരാധനയിൽ മുന്നേറണം. അപ്പോഴാണ് സഭയ്ക്ക് എന്തുണ്ടാകുന്നത്? വിശാലത ഉണ്ടാകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പ്രൈസ് ഗോഡ്, ഇവിടെ പറഞ്ഞിരിക്കുന്നു പ്രവർത്തിക്കുമ്പോൾ വിശാലമാകിയ. പ്രവർത്തിക്കുമ്പോൾ. ഓക്കെ, മൂന്നാമത്തെ കാര്യം ഞാൻ ഓർപ്പിച്ചു. എന്താ മൂന്നാമത്തെ കാര്യം പറഞ്ഞത്? ദ തേർഡ് തിങ്സ്. വർക്ക്. എന്താ പറഞ്ഞ മൂന്നാമത്തെ കാര്യം? വർക്ക് ഫോർ എൻലാർജ്മെന്റ്. ഓക്കെ, നാലാമത്തെ കാര്യം ഗിവിങ് ഫോർ എൻലാർജ്മെന്റ്. നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. ഒരു വർധനവ് വേണമെങ്കിൽ കൊടുക്കണം. കൊടുക്കുന്നവരെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? വർദ്ധിപ്പിക്കുന്നത്, അല്ലേ? സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 18 മുതൽ താഴോട്ട് വായിച്ചോ.
വലിയൊരു പുരുഷാരത്തെ നാം വായിച്ച ഭാഗമാണ്. എങ്കിലും അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. 5 അപ്പവും 2 മീനും അല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഓക്കെ, സാഹചര്യം നമുക്കറിയാം. പുരുഷാരത്തെ പോഷിപ്പിക്കാൻ യേശു ചോദിച്ചപ്പോൾ അവിടെ കൈവശം ഒന്നുമില്ല. സ്തോത്രം, വായിച്ചേ. അത് ഇങ്ങ് കൊണ്ടുവരുവേനെന്ന്. പ്രൈസ് ഗോഡ്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഈ പുരുഷാരത്തിനെ പോഷിപ്പിക്കാൻ ആകെ കൂടെ ഉള്ളത് എന്താണ്? ഇത് എവിടെ ഇരുന്നിയാ? ബാലകന്റെ കയ്യിൽ. ഏതോ അമ്മ ആ കൊച്ചു പയ്യന് ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ കൊടുത്തുവിട്ടൊരു പൊതിയ. എന്താ? 5 അപ്പവും നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ മിക്കവാറും കൊടുക്കും അല്ലേ? എനിവേ, ഈ കൊച്ചു പയ്യൻ എന്ത് ചെയ്തു? എങ്ങനെയോ ഈ ശിഷ്യന്മാർ അവനെ കണ്ടെത്തി. അവിടെ ആകെ കൂടെ ഉണ്ടായിരുന്ന ഇത്രേ ഉള്ളൂ. എന്താ? 5 അപ്പവും 2 മീനും. ബട്ട് എന്നാൽ ഇത് അവൻ കൈ കൊടുക്കാൻ തയ്യാറായി. ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുക്കാൻ തയ്യാറായി. യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുവാൻ തയ്യാറായി. അപ്പോൾ പുരുഷാരത്തെ പോഷിപ്പിക്കുവാൻ എന്ന് പറഞ്ഞാൽ, പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇസ് എ എൻലാർജ്മെന്റ് ആണ്, എക്സ്പാൻഷൻ ആണ്, ഒരു വലിയ വിശാലതയാണ്, ചെറിയ കാര്യമല്ല. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്തു? യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഇവിടെ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ മനസ്സിലായല്ലോ. ഇവിടെ ഇരുന്ന ഒരു പയ്യന്റെ കയ്യിരുന്ന സാധനം യേശുവിൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ 13-ാം വാക്യം പറഞ്ഞിരിക്കുന്നു, 12 കൊട്ട നിറച്ചെടുത്തു. കണ്ടോ? വർധനവ് കണ്ടോ? എപ്പോഴാ വർദ്ധിച്ചത്? കൊടുത്തപ്പോഴാണ് വർദ്ധിച്ചത്. ഇനി ബാലകന്റെ കയ്യിൽ തന്നെ ഇരുന്നെങ്കിൽ അവിടെ വർധനവ് നടക്കത്തില്ല. സ്തോത്രം, പ്രത്യേകം ശ്രദ്ധിക്കണേ. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വർധനവ് സംഭവിച്ചു. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ഏലിയാവ് വിധവയോട് പറയുന്ന കാര്യമുണ്ട്. നീ പോയി നിന്റെ വീട്ടിലുള്ള ഒരട എനിക്ക് കൊണ്ടുതാ. അല്ലേ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 15-ാം വാക്യം. അവളോട് ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക. ഓക്കെ, എന്നാൽ ആദ്യം എനിക്കൊരു ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ട് വരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. മതി. ശ്രദ്ധിച്ചേ, ആദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, അവളോട് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആകെ കൂടെ എൻ്റെ കയ്യിലുള്ളത് ഒരു നേരത്തേക്ക് ഞങ്ങളുടെ വിശപ്പടക്കാനുള്ള ഒരു അട ഉണ്ടാക്കാനുള്ള സാധനം ഞങ്ങളുടെ കയ്യിലുള്ളൂ. ദാറ്റ്സ് ഓൾ വി ഗോട്ട് ഇറ്റ്, നത്തിങ് എൽസ്. ഞങ്ങളുടെ കൈ വേറെ ഒന്നുമില്ല. ഇതും കൂടെ ഉണ്ടാക്കി തിന്ന് ഞാൻ ചിലപ്പോൾ അതിനകത്ത് ഒരു കുസൃതിയായിട്ട് ചോദിക്കാറുണ്ട്, എടാ ഏതായാലും ചാവാൻ പോവാ, പിന്നെ ഇതും കൂടെ ഉണ്ടാക്കി തിന്നിട്ട് വേണോ? അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതും കൂടെ ഉണ്ടാക്കി തിന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക? അവൻ നേരത്തെ അങ്ങ് മരിച്ചാൽ പോരായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ലാസ്റ്റാണ്. ഇനി അവളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ സ്വന്തം വിശപ്പടക്കാൻ നോക്കുമോ അതോ പ്രവാചകന് കൊടുക്കാൻ പോകുമോ? സ്വാഭാവികമായിട്ട് നമ്മുടെ കാര്യം നടത്തിയിട്ടേ അങ്ങനാണോ? അങ്ങനാണോ നമ്മൾ ചെയ്യുന്നത്? എങ്ങനെയാ? നമ്മൾ നമ്മുടെ കാര്യം നടത്തിയിട്ടേ കൊടുക്കത്തുള്ളൂ. അതങ്ങനെ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. നമ്മൾ പലരും അങ്ങനെ അല്ലയോ? ഇവിടെ ഇവളങ്ങനല്ലായിരുന്നു. എവൾ കഴിച്ചില്ലേലും എന്താ ചെയ്യാ? പ്രവാചകന് കൊടുക്കുക. അവൾ കൊണ്ടുവന്ന് പ്രവാചകന് കൊടുക്കുക. ഷീസ് ഗിവിങ്. അവളുടെ കയ്യിലുള്ളത് പ്രവാചകന് കൊടുക്കുക. അപ്പോൾ അവളുടെ പ്രയോറിറ്റി, അവളുടെ ഫില്ലിങ്, അവളുടെ കൊച്ചു പയ്യൻ്റെ, അവളുടെ മകൻ്റെയും സ്വന്തം സാറ്റിസ്ഫാക്ഷൻ അല്ല. അതിനേക്കാൾ ഉപരി ഒരു പ്രവാചകന്റെ, ദൈവപുരുഷന്റെ വിശപ്പടക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അവൾ വന്നു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെ കാര്യം നോക്കിയിട്ട് ദൈവത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ യു നെവർ ഗോയിങ് ടു ബി എൻലാർജ്. അഭിവൃദ്ധിപ്പെടത്തില്ല. നമ്മൾ അഭിവൃദ്ധിപ്പെടണമെങ്കിൽ നമ്മൾ കർത്താവിന് കൊടുത്തിട്ട് നമ്മുടെ കാര്യം നോക്ക്. സ്തോത്രം. ഇത് ഞാൻ അനുഭവിക്കുന്ന മനുഷ്യനാ, ഞാൻ അനുഭവിച്ചിട്ടുള്ളവനാ. സ്തോത്രം. എൻ്റെ അനുഭവത്തിൽ നിന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് ഹല്ലേലൂയ നമ്മൾ ജീവിച്ചാൽ നമുക്കൊന്നിനും കുറവ് വരത്തില്ല. നമ്മൾ എന്താ ഈ ഞെരുങ്ങുന്നേ? നമ്മൾ ഞെരുക്കം മാറാത്ത എന്താ? നിങ്ങൾ അതിനെ പരിശോധിച്ച് നോക്കിയേ. എന്താ ഞെരുക്കം മാറാത്ത? ഇന്ന് വരെയും ഞെരുക്കത്തിൻ്റെ അവസ്ഥ ഒന്ന് മാറി കിട്ടുന്നോ?
എല്ലാ മാസവും അവസാനം വരുമ്പോൾ എന്തുവാ അല്ലേ? മാസം അവസാനം വരുമ്പം സ്തോത്രം. അങ്ങനെ വരട്ടെ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സമൃദ്ധിയിലേക്ക് വരണമെങ്കിൽ മാസത്തിൻ്റെ ആദ്യം എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നമ്മുടെ കാര്യം നടത്തിയിട്ട് കൊടുക്കാനിരിക്കരുത്. മുന്നേ കർത്താവിന് കൊടുക്കേണ്ടത് കൊടുത്താൽ നിന്നെ അഭിവൃദ്ധിയിലേക്ക് കർത്താവ് നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ സഭ പഠിക്കണം, ദൈവമക്കൾ ഇത് പഠിക്കണം. ഇതൊക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഇൻസിഡൻറ്റുകൾ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെപ്പോലൊരു മനസ്സിലാക്കി കർത്താവിന് ചെയ്യാനാ. സ്തോത്രം. നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ലഭിക്കുന്ന 24 മണിക്കൂറുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വൈകിട്ട് സമയമുണ്ടെങ്കിൽ, അങ്ങനെ അല്ലയോ? സമയം ലഭിക്കുന്നെങ്കിൽ ഇച്ചിരി നേരം നിന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ഏത് തിരക്കാണെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മുട്ടുമടക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. അപ്പോൾ കൊടുക്കേണ്ടത് നമ്മൾ മുന്നമേ കർത്താവിന് കൊടുക്കുക. നമ്മൾ കൊടുത്തു കഴിയുമ്പോഴാണ് അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയുന്നത്. ഇവൾ ചെയ്തത്, അവൾ പറഞ്ഞിരിക്കുന്നു, അവൾ അതുപോലെ ചെയ്തു എന്ന് പറഞ്ഞ 17 അല്ലേ 15. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. എന്തുവാ ഏലിയാവ് പറഞ്ഞേ? ഏലിയാവ് എന്ത് പറഞ്ഞേ? ആദ്യം എനിക്ക് ചെറിയൊരു അടയുണ്ട്, നീ പോയി നിന്റെ കയ്യിലുള്ള ആ മാവ് കൊണ്ട് ഒരടയുണ്ടാക്കി എനിക്ക് കൊടുത്തരാം. ഇത് അവൾ അതുപോലെ ചെയ്തു. സ്തോത്രം. പിന്നെ താഴോട്ടുള്ള ഭാഗം നമുക്കറിയാം. പിന്നെ വിശാലതയിലേക്ക് പോകുക, അഭിവൃദ്ധിയിലേക്ക് പോകുക. അപ്പോൾ 4-ാമത്തെ കാര്യം, ഗിവിങ് ഫോർ എൻലാർജ്മെന്റ്. ഫൈനലി ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുക. പല കാര്യങ്ങളുണ്ട്, എന്നാൽ ഇന്ന് ഞാൻ നിർത്തിയാം. അവസാനമായി, yield to the Holy Spirit for enlargement. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:41. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. മതി. ശ്രദ്ധിക്കണേ. എത്ര പേരില്ല തുടങ്ങിയേ? പറഞ്ഞേ, എത്ര പേരില്ല അവർ തുടങ്ങിയത്? 120 പേരില്ല തുടങ്ങിയേ. 120 പേരാ ഒരുമിച്ച് കൂടിയത്. പക്ഷേ ആ കൂടിയിരുന്നിടത്തേക്ക് എന്തിറങ്ങി വന്നു? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെല്ലാവരും എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവര് വാക്കൊന്ന് വായിച്ചു വിട്ടു. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേൽ വന്നു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അവർ അന്യഭാഷകളിൽ, അവിടെ ആരൊക്കെ കൂടിയിട്ടുണ്ടെന്ന് അവർക്കറിയില്ല, അവരുടെ വായിൽ ഉച്ചരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത അന്യഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 120 3000-ആയി, 3000 5000-ആയി. സ്തോത്രം. പിന്നെ അങ്ങോട്ട് വളർച്ചയാ. കാരണം എവിടെയാ തുടങ്ങി? ആത്മാവിന്റെ അധിവാസം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആത്മാ സാന്നിധ്യം ഇറങ്ങി വന്നാൽ പെരുകാൻ തുടങ്ങും, വർദ്ധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആത്മാവ് ഇല്ലാത്തടത്ത് ശുഷ്കിച്ച് വരും. എന്നാൽ 1900-ൽ പ്രൈസ് ഗോഡ്, അസൂസ തെരുവിൽ ചുരുക്കം പേരുടെ മേൽ പകർന്ന അഭിഷേകമാ പെന്തക്കോസ്തിന്റെ തുടക്കം. ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു? ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ അവിടെ ഞെരുകിയല്ല, വിശാലത പ്രാപിക്കും. ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങെടുത്ത സഭ വളരുന്നത്, ആത്മാവിന്റെ സാന്നിധ്യം ഉള്ളെടുത്ത അത്ഭുതങ്ങൾ നടക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ there is a enlargement, ഒരു വർധനവുണ്ട്. ഇന്ന് പകൽക്കാലം എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നാൽ, ആമേൻ, അത് വ്യക്തി ജീവിതത്തിൽ വന്നാൽ, അത് സഭയ്ക്കകത്ത് വന്നാൽ ഒരു വിശാലതയുണ്ട്. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും അടയട്ടെ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു വിശാലതയാ. വിശാലതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? 1, സ്വന്തമായി ആയിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കുക. 2, അതിനുവേണ്ടി ഒരാഗ്രഹം ഉള്ളിൽ കയറുക. 3, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുക. 4, അതിനുവേണ്ടി കൊടുക്കാൻ തുടങ്ങുക. 5, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് വിധേയപ്പെട്. നിന്റെ സ്ഥിതിയെ എന്റെ കർത്താവ് മാറ്റും. ഇന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു ഞെരുക്കത്തോടെ ഇരിക്കുന്ന എനിക്ക് തോന്നുമെങ്കിൽ, ഏതെങ്കിലും ഏരിയയിൽ നീ ഇന്ന് ഞെരുക്കി കഴിക്കുന്നെങ്കിൽ, നിന്റെ സാമ്പത്തിക മേഖലയായിക്കോട്ടെ,
നിന്റെ ഭൗതിക മണ്ഡലമായിക്കോട്ടെ, നിന്റെ ആത്മീക ജീവിതമായിക്കോട്ടെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ശക്തിയോടെ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, നിന്റെ സ്ഥിതിയെ ഈ വർഷം ദൈവം മാറ്റും. പരിശുദ്ധാത്മാവിന് നീ വിധേയപ്പെട്ടു കൊടുത്താൽ, ആത്മാവിന്റെ ആരാധനയ്ക്ക് നീ ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്റെ സ്ഥിതി ഈ വർഷം മാറും, നിന്റെ സാഹചര്യം മാറും, നിന്റെ അവസ്ഥ മാറും. ചില വിശാലതകൾ നിന്റെ കുടുംബത്തിനകത്ത് വരും, നിന്റെ സാമ്പത്തിക മണ്ഡലത്തിൽ ചില വിശാലതകൾ വരും, നിന്റെ വ്യക്തി ജീവിതത്തിൽ ചില വിശാലതകൾ വരും, നിന്റെ ആത്മീക ജീവിതത്തിൽ ചില വിശാലതകൾ വരും. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി എത്ര പേര് തയ്യാറാകും? കർത്താവേ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം പറഞ്ഞേ, എൻ്റെ ഉള്ളിൽ എൻ്റെ അവസ്ഥ എനിക്കറിയാം, എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ആത്മീക ജീവിതത്തിൽ ഒരു വിശാലത വേണം, എൻ്റെ കുടുംബ ജീവിതത്തിൽ ഒരു വിശാലത വേണം, എൻ്റെ സാമ്പത്തിക മേഖല ഒരു വിശാലത വേണം. എത്ര പേര് ആഗ്രഹിക്കുന്നു? എലീശയുടെ ശിഷ്യന്മാർ പറഞ്ഞ പോലെ, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം വിടുക്കമാ, ഞങ്ങൾക്കൊരു വിശാലത വേണം. നിന്റെ സാഹചര്യം ഒരുപക്ഷെ ഒരു ബാരൻ വുമന്റെ സിറ്റുവേഷൻ ആയിരിക്കാം, വെട്ടിയ ഒരു വടവൃക്ഷത്തിന്റെ കുറ്റി പോലെ ശേഷിക്കുന്ന ഒരു സ്ഥിതി ആയിരിക്കാം. ഇന്ന് പകൽക്കാലം നീ ഇതിനകത്തിരിക്കുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച്, വിശാലതയ്ക്കൊരു സാധ്യതയില്ലാതെ, പ്രതീക്ഷയ്ക്കൊരു സാധ്യതയില്ലാതെ എല്ലാം അവസാനിച്ചു. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല, എൻ്റെ ജീവിതത്തിൽ വിശാലതയില്ല, ഇനി എനിക്കൊരു അഭിവൃദ്ധിയില്ല എന്ന് പറഞ്ഞ ഞെരുങ്ങി കഴിയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഉണർത്തുന്നു, നിനക്കൊരു വിശാലത തരാൻ എൻ്റെ ദൈവശക്തന പരിശുദ്ധാത്മാവിന് ഒന്ന് വിധേയപ്പെട്ടു കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇത് ചെയ്യാൻ പോകുക, കർത്താവ് ഇത് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ഈ വർഷം ഒരു വിശാലതയുടെ വർഷമാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ ഈ വർഷം കഴിയുന്നതിന് മുമ്പ് എൻ്റെ ഇന്നത്തെ ഞെരുക്കമൊന്ന് മാറണം, എൻ്റെ ഇന്നത്തെ കുടുംബജീവിതത്തിൻ്റെ അവസ്ഥയ്ക്കൊരു വ്യതിയാനം വരണം, എൻ്റെ കുടുംബത്തിലൊരു വിശാലത വരണം, എൻ്റെ സമ്പത്തിലൊരു വിശാലത വരണം, എൻ്റെ ആത്മീക ജീവിതത്തിൽ വിശാലത വരണമെന്ന് ഈ വർഷം കഴിയുന്നതിന് മുമ്പ് അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ ജീവിതത്തിൽ ഒരു വിശാലത എനിക്ക് ആഗ്രഹമാണ്, എൻ്റെ കുടുംബത്തിലൊരു വിശാലത എനിക്ക് വേണം, എൻ്റെ ജോലി മേഖലകളിൽ എനിക്കൊരു വിശാലത വേണം, എൻ്റെ എൻ്റെ ആത്മീക ജീവിതത്തിൽ ഞാൻ എന്നും ഇങ്ങനെ ഞെരുങ്ങി കഴിയാനല്ല, എനിക്കൊരു അഭിവൃദ്ധി വേണമെന്ന് ആഗ്രഹിക്കുന്ന കരങ്ങളെ വിശ്വാസത്തോടെ ഉയർത്തിക്കോ. എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുക. അല്ല, വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ തട്ടി അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്തേ. ഓ കർത്താവ് ഈ വർഷം നീ കഴിയുന്നതിന് മുമ്പ് ചില മണ്ഡലങ്ങളിൽ ഒരു വിശാലത വരുത്താൻ പോകുക. God is going to expand. ഓ ചില എക്സ്പാൻഷൻ, ചില എൻലാർജ്മെന്റ് എന്റെ കർത്താവ് ചെയ്യാൻ പോകുക.